ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ ഇല്ലെനിക്കു ഭേദമൊട്ടും. യഹോവയൻ പാലകൻ ഇല്ലെനിക്കു ഭേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോടും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നൽകുന്നത് 69-ാം സങ്കീർത്തനം, അതിൻ്റെ 35-ാമത്തെ വാക്യം, 36-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ഈ സിയോൻ എന്ന് പറയുന്നതും യഹൂദ നഗരം എന്ന് പറയുന്നതൊക്കെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തികളും പ്ലേസുകളുമാണ്. അപ്പം അവരോട് കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ ദൂതാണ്. അതിനെ രക്ഷിക്കും, അതിനെ പണിയും, അതിനെ അവർ കൈവശമാക്കും, അതിനെ അവർ അവകാശമാക്കും, അതിനകത്ത് അവർ വസിക്കും. ഈ ജനം ദൈവത്തിന് അകന്നു പോയപ്പോൾ ഇവർ തകരപ്പെടുകയും നശിക്കപ്പെടുകയും പട്ടണം ഇല്ലാതാകുകയും ഒക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതൊരു കർത്താവിൻ്റെ ഇടപെടലാണ്. ദൈവം പ്രത്യേകിച്ച് വിളിച്ചവരും തിരഞ്ഞെടുത്തവരും കർത്താവ് പ്രത്യേകമായി മുൻകണ്ടവരൊക്കെ അവരുടെ ജീവിതത്തിൽ ചില ദൈവത്തിന് അരുതാത്ത ലൈഫുകളൊക്കെ അവരുടെ ലൈഫിൽ വരുമ്പോൾ തകരാനും പണിയപ്പെടാനും ഒക്കെ ദൈവം ചിലപ്പോൾ ശത്രുക്കളുടെ കയ്യിലൊക്കെ വിട്ടുകൊടുക്കാറുണ്ട്. എന്നാൽ നാമാവശ്യമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ ജീവിതം തകർന്ന തരിപ്പണമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലർ പറയും, എന്തായി തീർന്നു, കണ്ടില്ലേ കർത്താവിലൂടെ പോയിട്ട്. ഒരു സമയം കഴിയുമ്പോൾ ദൈവം അവരെ രക്ഷിക്കും. ഇന്നലകളിൽ കർത്താവിനെ കണ്ടിട്ട് കർത്താവിന് വേണ്ടി നിന്നിട്ട് ജീവിതത്തിൽ വന്ന ഏതോ ചില സാഹചര്യത്തിന് നടുവിൽ തകർന്ന് ഉടഞ്ഞുപോയി, എല്ലാം നഷ്ടപ്പെട്ട് ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, രക്ഷിക്കും, പണിയും. കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ചതല്ലേ, കർത്താവിൻ്റെ കൂടെ നടന്നതല്ലേ, കർത്താവിനെ സ്നേഹിച്ച് എടുത്തു ചാടിയതല്ലേ, കർത്താവ് കൈവിടത്തില്ല, രക്ഷിക്കും. ഈ പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ ആഴി നോക്കിയില്ല, ആഴം നോക്കിയില്ല, എടുത്തു ചാടി. അവൻ മുങ്ങുന്നതായ സാഹചര്യങ്ങളുണ്ടായി. പക്ഷെ പെട്ടെന്ന് കർത്താവ് കൈ കൊടുത്ത് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉറപ്പായിട്ടും കർത്താവിനെ കണ്ടിട്ട് എടുത്തു ചാടിയ പ്രിയപ്പെട്ടവരെ, നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഇടയിൽ തകർന്നു പോയവരോട് പറയുന്ന ദൂതാണ്, രക്ഷിക്കും, പണിയും. നഷ്ടപ്പെട്ടില്ല കുറെ കാര്യങ്ങൾ, എല്ലാം നീ കൈവശമാക്കും. സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം നീ അവകാശമാക്കും. നീ എവിടെ പാർക്കാനാണ് ആഗ്രഹിച്ചത് അവിടെ ദൈവം നിന്നെ വസിപ്പിക്കും. നിന്റെ ചരിത്രം ഒരു തകർച്ചയുടെ ചരിത്രമായി തീരുകയില്ല. The end
വെരി ബ്യൂട്ടിഫുൾ. എല്ലാം മനോഹരമായി മാറും. ഞാൻ ആ വരികൾ തന്നെ ഇങ്ങനെ വരച്ചിട്ടു. രക്ഷിക്കും, പണിയും, കൈവശമാക്കും, അവകാശമാക്കും, വസിക്കും. ഞാൻ എൻ്റെ ബൈബിളിൽ അതിങ്ങനെ വരച്ചു വെച്ചു. ഞാനത് നോക്കി കർത്താവിനെ സ്തുതിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പറയും, രക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം, പണിയുന്ന ദൈവത്തിന് സ്തോത്രം, കൈവശമാക്കാൻ ശക്തി തരുന്ന ദൈവത്തിന് സ്തോത്രം, അവകാശമാക്കാൻ ബലം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, വസിക്കുമാറാക്കുന്ന ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കൈവിട്ടു പോയ നന്മകളും ഉയർച്ചകളൊക്കെ ആരോഗ്യമൊക്കെ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇന്നത്തെ ദൂത്. ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകും. കർത്താവ് സഹായിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുള്ള വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ രക്ഷിക്കും, അങ്ങ് ഞങ്ങളെ പണിയും കർത്താവെ, അങ്ങ് ഞങ്ങളെ കൈവശമാക്കുവാൻ സഹായിക്കും കർത്താവെ, അങ്ങ് ഞങ്ങളെ അവകാശമാക്കുവാൻ സഹായിക്കും. നഷ്ടപ്പെട്ടതെല്ലാം അങ്ങ് മടക്കി തരും. അങ്ങ് ഞങ്ങളെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, പണിതെടുക്കും കർത്താവെ. അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുക്കും. അങ്ങ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും, പുനഃസ്ഥാപിക്കും കർത്താവെ. ഞങ്ങളെ കർത്താവെ ഞങ്ങൾ വസിക്കേണ്ടടുത്ത് വസിക്കുമാറാക്കും. യേശു, ഈ വചനങ്ങളെ നൽകി ഞങ്ങളെ ബലപ്പെടുത്തതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അവരുടെ ജീവിതം പണിയപ്പെടട്ടെ, അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, യഥാസ്ഥാനപ്പെടട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കാൻ പോകും. രക്ഷിക്കും, പണിയും, കൈവശമാക്കും, അവകാശമാക്കും, അതിൽ നിങ്ങൾ വസിക്കും. ആമേൻ. കർത്താവ് നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. നിങ്ങളതിനകത്ത് വസിക്കും കേട്ടോ. ആ ഭവനത്തിൽ വസിക്കും, ആ ഭവനത്തെ പണിയും കേട്ടോ. നിങ്ങളതിനെ വീണ്ടും കൈവശമാക്കും. നിങ്ങളുടെ അവകാശത്തിൽ നിങ്ങളുടെ ആനന്ദത്തോടെ പറക്കും. യെസ്, കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കും. ബ്ലസ് ചെയ്യും. ഈ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയും ഉയർച്ചയാകട്ടെ. കുടുംബമായിട്ട് അഭിഷിക്തരായ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. സന്തോഷത്തോടായിരിക്കും. ഗോഡ് ബ്ലസ് യു. ശരണം.